ചെങ്ങന്നൂർ RTO ഓഫീസിലേക്ക് LDFന്റെ പ്രതിഷേധ ധർണ. തോട്ടപ്പള്ളി സ്പിൽവേയിലെ മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. അമൽ സുരേന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സമാനമായി തന്നെ വിമർശനങ്ങളൊക്കെ കണ്ടു. വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. RTO ഓഫീസിലേക്ക് നേരിട്ടെത്തി പ്രതിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മാലിന്യ നീക്കം ആ വേഗതയില്ല എന്നതാണ് ഇവരുടെ ഒരു കാര്യം. രുചീഷ്, ഈ തോട്ടപ്പള്ളിയിലെ മാലിന്യ നീക്കത്തിലുണ്ടായ അലംഭാവം അത് LDF വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കി തന്നെ എടുക്കുകയാണ്. രാഷ്ട്രീയമായി തന്നെ അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സമീപനമാണ് LDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂരിലാണ്. ചെങ്ങന്നൂർ RD ഓഫീസിന് മുന്നിലേക്കാണ്. ഇവിടേക്കാണെന്ന് LDFന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ധർണ നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള A മഹേന്ദ്രനാണ് ഈ ഒരു ധർണ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സഖാവേ. യഥാർത്ഥത്തിൽ തോട്ടപ്പള്ളിയിലെ പ്രശ്നം ചെങ്ങന്നൂരിനെയും തിരുവല്ലയും എല്ലാം വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. തോട്ടപ്പള്ളിയിലെ പ്രശ്നം പ്രധാനമായിട്ട് കുട്ടനാടിനെയും ചെങ്ങന്നൂരിനെയാണ് പ്രധാനമായി ബാധിക്കുന്നത്. ചെങ്ങന്നൂർ മണ്ഡലത്തെയും കുട്ടനാടിനെയും പൂർണ്ണമായി വെള്ളത്തിലാണ്. ഇത് പൂർണ്ണമായും ഒഴുകി പോകണമെങ്കിൽ ഈ തോട്ടപ്പള്ളി സ്പിൽവേ അതിന്റെ പൊഴി മൊത്തം ഒഴിവാക്കപ്പെടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അതിന്റെ 300 മീറ്റർ നീളത്തിലും ഏകദേശം 20 അടി താഴ്ചയിലുമാണ് ഇത് കുഴിക്കുന്നത്. അതിനാവശ്യമായ അടിയന്തരമായ നടപടി സ്വീകരിച്ചത് വലിയ പ്രതിസന്ധി. തീർച്ചയായിട്ടും ഇന്നിപ്പോ തോട്ടപ്പള്ളിയിലടക്കം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരം ഒരു സംഭവത്തിൽ DYFI അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജെയിംസിനോട് DYFന്റെ സംസ്ഥാന സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയോട് തന്നെ ചോദിക്കാവുന്നതാണ്. ഏതായാലും പ്രതിഷേധാർഹമായ ഒരു സംഭവങ്ങളാണ് തോട്ടപ്പള്ളിയിൽ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. അതെ. തോട്ടപ്പള്ളിയെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് അനാസ്ഥയാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടനാട് മേഖലയിൽ ചെങ്ങന്നൂർ മാവേലിക്കര ഉൾപ്പെടെ കുട്ടനാട് ഉൾപ്പെടെ വെള്ളത്തിലാകാൻ പ്രധാനപ്പെട്ട കാരണം ആ തോട്ടപ്പള്ളിയിലെ സ്പിൽവേയെ സംബന്ധിച്ച് അവിടെ തുറന്നുവിടാത്തതും ആ പൊഴി മുറിക്കാത്തതുമാണ്. പക്ഷേ ഇന്നലെയും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷവും സിസ്റ്റം ആകെ തകരാറിലായിട്ടും കളക്ടർ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഉദ്യോഗസ്ഥരുടെയും ഗവൺമെന്റിന്റെയും മണ്ഡലത്തിന്റെ ചുമതലയുള്ള ജില്ലയ്ക്ക് ചുമതലയുള്ള 2 മന്ത്രിമാരുടെയും അനാസ്ഥയാണ് ഇതിന് കാരണം. ഈ അനാസ്ഥയ്ക്കെതിരായി അതിശക്തമായ പ്രതിഷേധമുയരും. നാട്ടിലെ മനുഷ്യരെ വെള്ളം കുടിപ്പിച്ച് കൊല്ലാനുള്ള നീക്കമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നു. തീർച്ചയായിട്ടും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാനാണ് LDFന്റെ നേതൃത്വത്തിലുള്ള തീരുമാനം. ഏതായാലും ഇപ്പോൾ സ്ത്രീകളടക്കമുള്ള നിരവധിയായ ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. നമുക്ക് ഇവരോട് അറിയാൻ പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് സ്ത്രീകളുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ചേച്ചി, വളരെ ബുദ്ധിമുട്ടാണല്ലോ ഈ ഒരു വെള്ളപ്പൊക്കം ഈ തോട്ടപ്പള്ളിയിലെ പ്രശ്നം മൂലം? അതെ, വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അഴുക്ക് മാലിന്യങ്ങളെല്ലാം കിഴക്കുന്ന് വന്ന് അടിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. അവിടെ എക്കലെല്ലാം കൂടെ വന്ന് കുട്ടനാടും പിന്നെ അതുപോലുള്ള പ്രദേശങ്ങൾ വെള്ളം കെട്ടി നിൽക്കുക. മനുഷ്യൻ ഭയങ്കര ദുരിതത്തിലാണ്. തീർച്ചയായിട്ടും ഏതായാലും ഈ ഒരു ധർണയെ ഈ ഓഫീസിന് മുന്നിൽ വെച്ച് RD ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ഏതായാലും ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണം, ഈ പൊഴിമുഖം വേഗത്തിൽ തുറക്കണം എന്നെല്ലാം എഴുതിയിരിക്കുന്ന ബാനറുകളോട് കൂടിയാണ്, അതായത് വെള്ളപ്പൊക്കത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ള ബാനറുകളോട് കൂടിയാണ് ഇവിടെ ഈ പ്രതിഷേധത്തിലെത്തിയത്. അല്പസമയം മുൻപാണ് നമ്മൾ സജി ചെറിയാനുമായി സംസാരിച്ചത്. അദ്ദേഹവും സമാനമായിട്ടുള്ള കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായി എന്ന കാര്യം പറഞ്ഞിരുന്നു. അത് മന്ത്രിതലത്തിലല്ല, പക്ഷേ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിലുള്ളൊരു വീഴ്ച ഉണ്ടായിരിക്കും. ശരി അമൽ, എന്തായാലും ചെങ്ങന്നൂർ RTO ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുകയാണ് LDF. വലിയ പ്രതിഷേധം, അത് മാലിന്യ നീക്കത്തിൽ വലിയ അലംഭാവം ആരോപിച്ചാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. മറ്റു വാർത്തകളിലേക്ക്